കുടവേറ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ ഒറ്റമൂലി പരിചയപ്പെടുത്തുന്നു. ഗ്രീൻ ടീ. മധുരമില്ലാതെ ഗ്രീൻ ടീ നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടവേറ് വെറും 30 ദിവസം കൊണ്ട് നിങ്ങളുടെ കുടവേറ് കുറയും. പിന്നിരിക്കുന്നത് ഉലുവ. തലേന്ന് രാത്രി അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച ഉലുവ വെളുപ്പിനെ ചെറു ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അതിനെ വെറും വയറ്റിൽ കുടിക്കുക. അത് നിങ്ങളുടെ വയറ് കുറയാൻ സഹായിക്കും. പിന്നെ മരണമൊഴിച്ച് ഏത് രോഗത്തിനും ഉത്തമമായ ഒരു പരിഹാരമാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം നിങ്ങൾ തലേന്ന് ഉലുവ ഇട്ട് വെച്ചതുപോലെ തലേന്ന് അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് അതിനെ രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെറും വയറ്റിൽ അതും കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് താനെ കുറയാനിടയാകും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുമല്ലോ. ഇത് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങാവൂ. ഇനി നിങ്ങളുടെ വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക. നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മുടെ വെയിറ്റ് കൂട്ടാനും നമ്മുടെ ഷുഗർ കൂട്ടാനും ഇടയാകും. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചോറ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് നോർത്ത് ഇന്ത്യൻ താലി നമ്മൾ കഴിക്കാറുണ്ട്. ഒരു ചെറിയ ബൗളിൽ ഇതുപോലുള്ളൊരു ചെറിയ ബൗളിൽ ചോറെടുത്തിട്ട് അതിൻ്റെ കൂടെ മറ്റ് ചപ്പാത്തിയോ മറ്റെന്തെങ്കിലും കരുതി അത് കഴിക്കുക. അധികം ചോറ് കഴിക്കുക എന്നത് ഒഴിവാക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിനെ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. വിശപ്പ് തോന്നുമ്പോൾ 1-2 നട്ട്സ് നമ്മൾ കൈ കരുതിയിട്ട് വിശപ്പ് തോന്നുന്ന സമയത്ത് അത് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ കുടവേറ് താനെ ഇല്ലാതാകുകയും ചെയ്യും. ഇത് പരീക്ഷിച്ച് ഇതിൻ്റെ ഫലപ്രദമായ ഒരു ഫലം അറിഞ്ഞ വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇനി നല്ല നല്ല ഇൻഫർമേഷനുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക. നിങ്ങൾക്ക് റൈസ് ഒഴിവാക്കണമെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഗ്രീൻ സലാഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ് ഇത് എടുത്തിട്ട് നല്ലതുപോലെ സ്ലൈസായി അരിഞ്ഞ് അതിനകത്ത് ഒരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് അത് കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് കൊണ്ടുപോകാൻ കഴിയും. രാത്രിയിൽ 7 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ്. 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഡയറ്റിങ് നല്ലതുപോലെ നടക്കുകയും ചെയ്യും. നിങ്ങളുടെ ദഹന പ്രക്രിയകൾ ശരീരത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ നടക്കും. അപ്പോൾ നിങ്ങളുടെ ഡയറ്റിങ് കറക്റ്റായി പോകും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടന തന്നെ മാറി വരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനൊന്ന് ചെയ്തു നോക്കിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. നിങ്ങൾ ചെയ്തു നോക്കിയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ കമൻസ് എനിക്ക് അയയ്ക്കുക. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി എന്നെ അറിയിക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോയുമായി എനിക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിനങ്ങൾ നേരുന്നു. നിങ്ങളും ഇതുപോലെ ഡയറ്റ് ചെയ്തു നോക്കുക. ഇതുപോലെ ഗ്രീൻ ടീയും കരിഞ്ജീരകവും ഉലുവയും ഒക്കെ ഉപയോഗിച്ച് വെള്ളം കുടിക്കുക. മധുരം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. ഡെയിലി ചോക്ലേറ്റ് കഴിക്കുന്നവരാണെങ്കിൽ ചോക്ലേറ്റ് ഒഴിവാക്കുക. അതുപോലെ ഷുഗർ ഇട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ ഒഴിവാക്കുക. ഷുഗർ ഒഴിവാക്കുക. ചായ ഒഴിവാക്കാൻ പറ്റാത്തവർ ഷുഗർ ഒഴിവാക്കി ചായ കുടിക്കുക. അല്ല, ഡെയിലി ഒരു നേരം ചായ കുടിക്കുന്നത്, ഷുഗർ ഇല്ലാതെ ചായ കുടിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു നേരം. പിന്നെ നിങ്ങൾക്ക് ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് 25 ഗ്രാം ഓട്സ് മാത്രം കഴിക്കുന്നതാണ് നല്ലത്. അതും വീറ്റോക്സ് മാത്രമാണ് കഴിക്കുന്നത് നല്ലത്.